യാ ഇബാദല്ലാഹ് അഗീസൂനി, നിങ്ങൾ എവിടെങ്കിലും പെട്ടാൽ യാ ഇബാദല്ലാഹ് അഗീസൂനി എന്ന് വിളിച്ചോളിൻ എന്ന് പറയുന്ന ആ സംഭവം ദഈഫാണ്, അത് ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയത്തിൽ ആ ഹദീസ് കൂടി വേണമെങ്കിൽ നിങ്ങളെ കേൾക്കുകയാണ്. അത് തൊബറാനിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അതിന് മുഴുവൻ കേട്ടോളൂ. ഇതാ അവല്ലാഹദുക്കും ചെയ്യാൻ, നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വഴിപിഴച്ചാൽ, ഔ അറാദാഹദുക്കും ഗൗസൻ, നിങ്ങൾ വല്ല സഹായം ഉദ്ദേശിച്ചാൽ, വഹുവ ബിഅർളിൻ ലൈസ ബിഹാ അനീസുൻ ഫൽയഖുൽ യാ ഇബാദല്ലാഹ് അഗീസൂനി അഗീസൂനി, എന്നെ സഹായിക്കേ എന്ന് പറയാ. അവിടെ നിന്നും ആരാ കേൾക്കണമെങ്കിൽ അവർ വന്നോട്ടെ, ഹദീസ് ശരിയാണെങ്കിലും ഉണ്ടാവുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടാൽ മണ്ടിയരേന്ന് പറയും, ഇന്ന് രക്ഷിക്കോ എന്ന് പറയും. ആരോടെയുമില്ല, കേൾക്കണവർക്ക് ആർക്കും വന്നിട്ട് രക്ഷപ്പെടുത്താം. അവിടെ നിന്നും ആരാ കേൾക്കണമെങ്കിൽ അവർ വന്നോട്ടെ, ഹദീസ് ശരിയാണെങ്കിലും ഉണ്ടാവുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടാൽ മണ്ടിയരേന്ന് പറയും, ഇന്ന് രക്ഷിക്കോ എന്ന് പറയും. ആരോടെയുമില്ല, കേൾക്കണവർക്ക് ആർക്കും വന്നിട്ട് രക്ഷപ്പെടുത്താം. അതിലപ്പുറം മരണപ്പെട്ടു പോയ മഹാത്മാക്കളെയോ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ വിളിച്ചുവന്നോ വിളിക്കാനോ ഇനി ഹദീസ് സഹിയാണ് ആരെങ്കിലും ഉരുണ്ട് പേരന്റ് ഒപ്പിച്ചാൽ തന്നെ അത് തെളിവല്ല. ഹദീസാണെങ്കിൽ അത് തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ലഈഫുമാണ് എന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തി.